അവിടുന്ന് കൂട്ടു നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഹൃദയമുണ്ടല്ലോ പറിച്ചെടുക്കുന്ന വേദനയല്ലേ. പിതാവ് പോലും എന്റെ പ്രിയപ്പെട്ടവരെ എതിരായി നിൽക്കുമ്പോ അങ്ങനെ പോലും എല്ലാവരും കൈയൊഴിഞ്ഞ സന്ദർഭത്തിലുണ്ടല്ലോ. എത്രയോ കിലോമീറ്ററുകൾ ഉണ്ടല്ലോ പറന്നു പോകുന്ന പക്ഷികൾ പോലും നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിന്റെ ചൂട് കാരണത്താല് അതാ ചത്തുപോകുന്നൊരവസ്ഥയാണ്. അത്ര കഠിന ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്കാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോകുമ്പോ അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് രക്ഷയുമായ മാലാഖമാര് കടന്നു വന്നപ്പോ അവിടുന്ന് മാലാഖമാര് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാ, ഏ നബിയേ, അല്ലാഹ് പറഞ്ഞതായി ഞങ്ങൾ വന്നതാ, അല്ലാഹ് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് നബിയേ, എന്തെങ്കിലും സഹായം വേണോ നബിയേ എന്ന് പറഞ്ഞു ചോദിച്ചപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുകയാണ്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്കെന്റെ റബ്ബ് മാത്രം മതി, എന്നെ എന്റെ റബ്ബ് രക്ഷിച്ചോളുമെന്ന് പറഞ്ഞ ആ വിശ്വാസത്തിലൂടെ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തിയില്ലയോ കുല്ലിയാനാറു ഖൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഭൂനിയായി തീരേടമേ ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേലെ രക്ഷയും തണുപ്പുമായി നീയായി തീരേണമേ എന്ന് പറയുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീ കുണ്ടാരത്തിലേക്ക് വീണപ്പോഴും തന്റെ രോമത്തിന് പോലും ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇതാണ് പ്രിയപ്പെട്ടവരെ തവക്കുൽ ചെയ്താലുള്ള ഗുണം. പ്രവാചകന്മാര് പോലും അവരുടെ ജീവിതത്തിലുണ്ടല്ലോ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരായിരുന്നു.